സമൂഹ മാധ്യമങ്ങളിൽ തരംഗമായ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ എക്സ് അക്കൗണ്ട് മരവിപ്പിച്ചു. തെറ്റായതൊന്നും ചെയ്തിട്ടില്ലെന്നും ഇങ്ങനെ ഭയക്കുന്നതെന്തിനെന്നും CJP സ്ഥാപകൻ അഭിജിത് ദീപ് ചോദിച്ചു. हेलो एवरीबॉडी, जिसका डर था वही हुआ। पहले इन लोगों ने हमारा अकाउंट हैक करने को ट्राई करा। जब इनसे हैक नहीं हुआ तो अब इन्होंने हमारा ट्विटर हैंडल इंडिया में बंद कर दिया है, बैन कर दिया है। अब सभी लोग देख सकते हैं ट्विटर पर जाकर कि हमारा कॉकरोच जनता पार्टी का ऑफिशियल ट्विटर हैंडल अभी इंडिया में नहीं दिख रहा है किसी को भी। तो मैं चाहता हूँ आप लोग सब आवाज़ उठाए और आप लोग पूछे ये अकाउंट हैंडल क्यों बैन किया गया, इससे ऐसा क्या लिखा था। हमने तो कोई गलत चीज़ नहीं लिखी थी, हम तो खाली रेजिग्नेशन मांग रहे थे मिनिस्टर का। वो स्टूडेंट ने सुसाइड की तो उसके बदले हम कुछ अकाउंटेबिलिटी चाहते थे और बदले में इन्होंने हमारा अकाउंट डीएक्टिवेट कर दिया। तो ये कहाँ की डेमोक्रेसी है? आप सभी ये सवाल पूछो। PR അരവിന്ദ് ചേരുകയാണ് ഡൽഹിയിൽ നിന്നും. അരവിന്ദ്, ചീഫ് ജസ്റ്റിസിന്റെ യുവാക്കൾക്കെതിരെയുള്ളൊരു പരാമർശത്തിൽ നിന്നും രൂപപ്പെട്ട ഒരു അക്കൗണ്ടായിരുന്നു. ദിവസങ്ങൾക്കുള്ളിൽ അതിൽ വലിയ സ്വീകാര്യത കിട്ടുന്നു. BJPയുടെ ഒഫീഷ്യൽ അക്കൗണ്ടിനേക്കാൾ കൂടുതൽ ഫോളോവേഴ്സ് ഉണ്ടാകുന്നു. അതിന് പിന്നാലെയാണ് ഈ മരവിപ്പിക്കൽ നടപടിയല്ലേ? കോക്രോച്ച് ജനതാ പാർട്ടിയുടെ എക്സ് അക്കൗണ്ടാണ് നിലവിൽ മരവിപ്പിച്ചിരിക്കുന്നത്. അതേസമയം ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഇപ്പോഴും ലഭ്യമാണ്. ഏകദേശം 1 കോടിയിലധികം പേരാണ് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഫോളോ ചെയ്യുന്നത്. 2 ലക്ഷത്തോളം പേർ എക്സ് അക്കൗണ്ടും ഫോളോ ചെയ്തിരുന്നു. പക്ഷേ എന്തുകൊണ്ടാണ് ഈ അക്കൗണ്ട് മരവിപ്പിച്ചു എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തത ട്വിറ്റർ തന്നിട്ടില്ല. വിത്തുകളുടെ അന്ന് മാത്രമാണ് ട്വിറ്റർ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അതേസമയം നമുക്കറിയാം വലിയ ജനപിന്തുണ ഈ കോക്രോച്ച് ജനതാ പാർട്ടിക്ക് ലഭിച്ചിരുന്നു. കാരണം BJPക്ക് ഏകദേശം 80 ലക്ഷത്തോളം പേരായിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ അവരെ ഫോളോ ചെയ്തിരുന്നത്. പക്ഷേ 1 കോടിയിലധികം, അതും 4 ദിവസം കൊണ്ട് തന്നെ കോക്രോച്ച് ജനതാ പാർട്ടിക്ക് നേടുവാൻ സാധിച്ചിരുന്നു. BJPക്കെതിരെ അടക്കം വലിയ വിമർശനങ്ങൾ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. കാരണം നീറ്റ് പരീക്ഷാ ക്രമക്കേടും അതുപോലെ തന്നെ ഇത്തരത്തിൽ പാർട്ടി വിടുന്നവരെ 20 വർഷത്തേക്ക് തെരഞ്ഞെടുപ്പിൽ നിന്ന് വിലക്കണം അടക്കമുള്ള ആവശ്യങ്ങൾ കോക്രോച്ച് ജനതാ പാർട്ടി മുന്നോട്ട് വെച്ചിരുന്നു. എന്തായാലും ഇതിന് പിന്നാലെ തങ്ങൾ പ്രതീക്ഷിച്ചിരുന്നതാണ് ഈ വിലക്കെന്നതാണ് അവരുടെ ഈ സംഘാടകരും അതുപോലെ തന്നെ സ്ഥാപകരടക്കം വ്യക്തമാക്കിയിരിക്കുന്നത്. ഇന്ത്യയിൽ ഇപ്പോൾ അക്കൗണ്ട് എക്സ് അക്കൗണ്ട് വിലക്കിയിരിക്കുന്നു. സമാനമായ നടപടി അവരുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിന് നേർക്കും ഉണ്ടാകുമെന്നൊരു ഒരു ഭയം കൂടി ഇവർ മുന്നോട്ട് വയ്ക്കുകയാണ്. കാരണം വലിയ വിമർശനം സർക്കാരിനെതിരെ ഉയർത്തിയ പശ്ചാത്തലത്തിലാണ് ഈ വിലക്കെന്ന് കൂടി അവർ പറയുന്നു. എന്തിനാണ് ഇത്തരത്തിൽ ഭയപ്പെടുന്നതെന്നൊരു ചോദ്യമാണ് സ്ഥാപകനായ ഇപ്പോൾ അഭിജിത്ത് ചോദിച്ചിരിക്കുന്നത്. അഭിജിത്ത് ദീപ്കയാണ് സ്ഥാപകൻ. ഇയാൾ 2020 മുതൽ 2023 വരെ ആം ആദ്മി പാർട്ടിയുടെയും മീഡിയ സെല്ലിൽ പ്രവർത്തിച്ചിരുന്ന ആൾ കൂടിയാണ്. എന്തായാലും വലിയ വിമർശനം, കാരണം വലിയ തരംഗമായിരുന്ന ഒരു ഇൻസ്റ്റാഗ്രാം പേജും അതുപോലെ തന്നെ എക്സ് അക്കൗണ്ട് പേജുമാണ്. എന്തായാലും എക്സ് അക്കൗണ്ടിനാണ് ഇപ്പോൾ വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത്. അതേസമയം എന്തുകൊണ്ടാണ് ഈ വിലക്ക് ഏർപ്പെടുത്തുന്ന കാര്യത്തിൽ ഇപ്പോഴും എക്സ് ഒരു വ്യക്തത വരുത്തിയിട്ടില്ല. വരും മണിക്കൂറുകളിൽ എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടത് കൊണ്ടാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണം കൊണ്ടാണോ വിലക്കുന്ന കാര്യത്തിൽ വ്യക്തത വരും. അസിത, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.